കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. വെള്ളക്കുപ്പായത്തിനെന്തു വെളുപ്പ്, മൂക്കിൽ ചായും കണ്ണടയ്ക്ക് പളപളപ്പ്, വെള്ളപ്പേപ്പർ മലർന്നങ്ങ് കിടപ്പു മുന്നിൽ, നോക്കി വായന തുടരുന്നു ജനത്തിൻ ദാസൻ. ഇതേതായി വേദി? ഓ, തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ജനങ്ങളുടെ ദാസൻ നോക്കി വായിക്കുന്ന വേദി. ഹോ, എന്തൊരു വ്യക്തമായ വായന! പേപ്പറിൽ കൊടുക്കാത്ത ഒരക്ഷരം പോലും അനാവശ്യമായി കൂട്ടിച്ചേർക്കുന്നില്ല. സദസ്സിലോ വേദിയിലോ ഒരീച്ച പോലും പറന്ന് ശല്യപ്പെടുത്തുന്നില്ല. കാറ്റുപോലും ആഞ്ഞു വീശാൻ മടിച്ചു നിൽക്കുന്നു. ഒരു പ്രത്യേക ഒഴുക്കിൽ ആ വായന അങ്ങനെ പോവുകയാണ്. വെള്ളക്കുപ്പായത്തിനെന്തു വെളുപ്പ്, മൂക്കിൽ ചായും കണ്ണടയ്ക്ക് പളപളപ്പ്, വെള്ളപ്പേപ്പർ മലർന്നങ്ങ് കിടപ്പു മുന്നിൽ, നോക്കി വായന തുടരുന്നു ജനത്തിൻ ദാസൻ. CMA, ഒരു ചോദ്യമുണ്ട്. ആരവിടെ? ഒരുവിധം നോക്കി വായിച്ച് പിഴയ്ക്കുന്നതിനിടയിൽ പിഴവ് വരുത്താൻ വന്ന പിഴ ഏതാടാ? ചോദ്യമുണ്ട് പോലും. വീട്ടിൽ പോയി ചോദിക്കും. കണ്ണു ചുവന്നു, മൂക്കു വിടർന്നു, നാവും വിറകൊണ്ടു, കാരണമില്ലാതെ ആ ഭൂതം കലിപൂണ്ടു കിതയ്ക്കുന്നു. അല്ലാതെ പിന്നെ പേപ്പറിൽ ഇല്ലാത്ത ഒരു പിണ്ണാക്കും വാ തുറന്നു മിണ്ടാനാകാത്ത ഒരുത്തനോട് പൊതുവേദിയിൽ സംശയമാരായുന്നു. ആരാഞ്ഞാൽ ആരായാലും നിഘണ്ടു പ്രകാരം ചെറ്റയാകും. നിഘണ്ടുവിൽ കൃത്യമായി പറയുന്നത് ചെറ്റത്തരം, അല്പത്വം. സൂപ്പർ സ്റ്റാറുമായ അഭിമുഖ സിനിമ, ചാനലുകൾ തോറും ഓടി നടന്ന് വെളുപ്പിക്കൽ പരിപാടികൾ, ഇതുവരെ ചെയ്യാത്ത വേഷം കെട്ടലുകൾ, എല്ലാത്തിനും ഉപരി ഒന്ന് മിനുക്കിയെടുക്കാൻ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്ത് ചെറുകുടൽ വരെ ചുരുങ്ങിയ PR ടീം. മിനിയാന്ന് മൈക്ക് കേടായപ്പോൾ മദർ തെരേസയെ വെല്ലുന്ന ക്ഷമ കാട്ടി. ഈ പെടാപ്പാടുകളല്ലേ ഒറ്റ നിമിഷം കൊണ്ടില്ലാതായത്. ഇതെങ്ങനെ സഹിക്കും? നീലക്കുറുക്കനെ ഒരു നിമിഷം കൊണ്ട് കുടുക്കിയ ആ ചോദ്യകർത്താവിനെ എന്ത് ശിക്ഷ കൊടുത്താണ് അയാളുടെ തെറ്റ് ബോധ്യപ്പെടുത്തേണ്ടത്? സർവം എരിക്കുന്നവൻ നീ, നാട്ടാർക്ക് വിനയായവൻ നീ, വാളും തോക്കും ഹെൽമറ്റുമായി വന്നിടരുതേ മേലിൽ, വന്നിടരുതേ മേലിൽ. ശാപമേ, നാടിൻ ശാപമേ, നിന്നെ വെറുക്കുന്നു ഞങ്ങൾ. ശാപമേ, നാടിൻ ശാപമേ, നിന്നെ വെറുക്കുന്നു ഞങ്ങൾ. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. വീട്ടിൽ പോയി ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അത് ചാരുതയുള്ള ക്ഷണം എന്ന് അടിമകൾ. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനെ നമുക്ക് വീട്ടിൽ ഇരുത്തണ്ടേ എന്ന് ഒരു പക്ഷം. വോട്ടിരുന്ന് മുറ്റത്ത് വരുമ്പോൾ ചൂലിൻ്റെ അകമ്പടിയോടെ ഇതേ വാചകം ആവർത്തിക്കണമെന്ന് ബഹുഭൂരിപക്ഷം. മിത്തപ്പ, എത്ര ബുദ്ധിമുട്ടിയാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിരി മുഖത്ത് വരുത്തി ഇതുവരെ പിടിച്ചു നിന്നത്. അവസാനം കൊണ്ട് നശിപ്പിച്ചില്ലേ എല്ലാം. ജനസൗഹൃദ പ്രസ്ഥാനത്തിന്റെ ഇളകിക്കിടക്കുന്ന ആണിക്കല്ലിനെ ഒരു നിമിഷം കൊണ്ട് പറിച്ചെറിഞ്ഞ് കളഞ്ഞല്ലോ. മോഹൻലാൽ ഇനി 3 വരവ് കൂടി വന്നാലും ഈ നാറ്റത്തെ എങ്ങനെ ഇല്ലാതാക്കും? LDF അല്ലാതെ മറ്റാരുണ്ട് ഈ ധാർഷ്ട്യം സഹിക്കാൻ എന്ന ആപ്തവാക്യം ഒരു നിമിഷം എന്തേ ഞാൻ മറന്നുപോയി. ദാസൻ ഇനി മുതൽ വീട്ടിലിരുന്ന് പ്രസംഗിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ വീട്ടിൽ പോയിരിക്കാനുള്ള ബാക്കി 10-40 ദിവസങ്ങൾ ഞാൻ എങ്ങനെ തള്ളി നീക്കും? ദാസന്റെ ഉള്ളിൽ കനൽ പുകയുകയാണ്, കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. നിഘണ്ടുവുമായി എത്താൻ ബാലനെ വിളിച്ചാലോ? വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിന്റെ നാനാർത്ഥങ്ങൾ വിശദീകരിക്കാൻ ബാലനെ കൊണ്ടല്ലേ കഴിയൂ? അല്പത്വം നിറഞ്ഞ ഒരു സമീപനമായി പോയി സുധാകരൻ്റേത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലെങ്കിൽ എന്നെ 2 മിനിറ്റ് കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയാക്കിയ വാസവനെ വിളിച്ചാലോ? അതുമല്ലെങ്കിൽ എന്നെ നാടിനെ കരിച്ചു കളയാൻ ശേഷിയുള്ള സൂര്യൻ എന്ന് വിശേഷിപ്പിച്ച, സൂര്യന് കീഴിലുള്ള സകല വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ള ഗോവിന്ദനെ കൊണ്ട് വെളുപ്പിച്ചാലോ? വേണ്ട, ഇവരാരും വേണ്ട. ഓണത്തിന് ബോണസ് കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് പകൽ വെളിച്ചത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പറയാൻ ധൈര്യം കാണിച്ച ടീച്ചറിനെ ആശ്രയിക്കാം. പദ്ധതികൾ പലതും മനസ്സിൽ നെയ്തുകൂട്ടി വരണ്ട തൊണ്ടയിൽ ഇടറിയ വാക്കുകൾ നിറച്ച് ജന്മശത്രുവായ മൈക്കിനു മുന്നിൽ ദാസൻ പകച്ചു നിന്നു.
എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. കേരളത്തിന്റെ ആവശ്യം നിസാരമാണ്. ഒരാൾ ഒരു മുഖ്യ കസേരയിൽ നിന്നും എഴുന്നേൽക്കണം എന്ന നിസാര ആവശ്യമേ നിലവിൽ കേരളത്തിനുള്ളൂ. ആ നിസാര ആവശ്യം സാധ്യമായാൽ കേരളത്തിന്റെ നല്ല ദിനങ്ങൾ തിരികെ വരും. ആരാ അത്? അതാരാണ്? ദാസനും സദസ്സും ചുറ്റും നോക്കി. ഒരശരീരിയല്ലേ അത്? അതെ, അശരീരി. സത്യമാണ്, സത്യമാണ്. ഏറ്റുപറഞ്ഞ് സദസ് ഇളകി. പരവതാനിയിൽ ഉറപ്പിച്ചിരുന്ന പാദം ദാസൻ പോലും അറിയാതെ ചുവടുകൾ പിന്നോട്ട് വെച്ചു. സദസ്സിൽ നിന്നും കമന്റുകൾ നിലയ്ക്കാതെ ഉയർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, വിശ്രമിക്കേണ്ട പ്രായമല്ലേ. ഇന്റർവ്യൂവിന് തയ്യാറായി ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നത് പോലെ അല്ല പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾ മുഖത്തിന് നേരെ വരുമ്പോ. ഇന്നലത്തെ ഇന്റർവ്യൂ കണ്ട ആളെ തെറ്റിദ്ധരിച്ച് ചോദിച്ചു പോയ ഏതോ ഒരു സാധുവാ കേട്ടോ. ഡബിൾ ചെങ്കൻ ഡബിൾ കൊലമാസഡ എന്നും പറഞ്ഞ് കുറച്ച് അടിമകൾ ഇതാ ഇപ്പൊ വരും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്ന കേരളത്തിലെ ആ വീട് അതേതാ ദാസ? എന്തൊക്കെ ചെയ്തിട്ടും ഒരു മെന ആകുന്നില്ലല്ലോ മുഖ്യോ. PR വർക്ക് മൂത്ത് നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ആ കിണറേഷനോട് ഇത് വേണമായിരുന്നോ തമ്പ്ര? അമേദ്യത്തിൽ നിന്ന് ആരും സുഗന്ധം പ്രതീക്ഷിക്കരുത്. അടിമകൾ ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഇലക്ഷൻ കഴിയുന്നതുവരെങ്കിലും നല്ലവനായിട്ട് അഭിനയിക്കാനുള്ള തീവ്ര പരിശീലനം തേടാൻ. മതി, അയ്യോ നിർത്തൂ. ദേ, പിണറായി ചിരിക്കുന്നു എന്ന കമന്റിനെ വാർത്തയാക്കാൻ ശ്രമിച്ചു. നേരമില്ലാത്ത നേരത്ത് ആരോഗ്യം പോലും നോക്കാതെ ഓടി നടന്ന് അഭിനയിച്ചു. എന്നിട്ടും എന്നെ ഈ പരുവത്തിലാക്കിയവനെ വിടില്ല ഞാൻ. ദാസൻ അലറി. ചോരച്ചാൽ നീന്തേണം ഇന്നു തന്നെ, നീക്കാവോളം മുങ്ങി കുളിച്ചിടേണം, ഊരിപ്പിടിച്ചിടുവാളുകൾ വേഗത്തിൽ, നീളത്തിലൊന്നേനിക്കോടിടേണം. മനസ്സ് കൈവിട്ടു. പ്രതീക്ഷ നശിച്ചു. ആണികളെല്ലാം ആഞ്ഞടിച്ചു കഴിഞ്ഞു. ഇനി ചുമന്നാൽ മതി. ആര് ചുമക്കും? ആ തോളിൽ വയ്ക്കൂ. ആരെങ്കിലും വരൂ. ഈ ആണികൾ മുഴുവൻ അടിച്ച പെട്ടി ഒരല്പ ദൂരം ആരെങ്കിലും ചുമക്കൂ. ഇല്ലേ? ആരുമില്ലേ? ഇല്ല, ആരുമില്ല. നമ്മളല്ലാതെ നമ്മളെ ചുമക്കാൻ മറ്റാരുമില്ല. മിത്തപ്പ, ഇതോ വിധി.